നമ്മുടെ തിരക്കും കാര്യങ്ങളെല്ലാം അനുസരിച്ചിട്ട് നമ്മളോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന കുറച്ച് കസ്റ്റമർ ഉണ്ട് കേട്ടോ. എനിക്ക് അതിൽപ്പെട്ട ഒരു കസ്റ്റമറാണ് ഇത്. ഓക്കെ. അപ്പൊ ഇയാള് എനിക്ക് ഓർഡർ വന്നിട്ട് ഏകദേശം 1 മന്ത് ആയി. അപ്പൊ ഇയാൾക്ക് ഈ ഒരു 24th സാധനം കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഇന്നലെയാണ് കൊറിയർ ചെയ്തിട്ടുണ്ടായത്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ ആൾക്ക് പോസ്റ്റ് ത്രൂ ആണ് കൊറിയർ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. ഇതിന്റെ മോഡൽ വന്നിട്ടുണ്ടായത് 8 years ബേബിക്ക് ചെയ്തതാണ് കേട്ടോ. ഇതിന്റെ ബാക്കിൽ ഒരു വലിയൊരു ബോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ സ്ലീവ് ബലൂൺ സ്ലീവ് ആണ്, എൻഡിൽ ഒരു എലാസ്റ്റിക്, പിന്നെ യോക്ക് പാർട്ടിൽ ഒരു സ്റ്റോൺ വർക്കിലെ ഒരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അംബ്രല കട്ടിലാണ് ഈ ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കുക. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോക്കട്ടോ. അപ്പം കട്ടിങ്ങിലേക്ക് പോവാം. ഇതിനിപ്പോൾ നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ടായത് ഓർഗാൻസ മെറ്റീരിയൽ തന്നെയാണ്. ഫ്ലോറൽ പ്രിന്റില്ല ഓർഗാൻസ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഇതിന് ക്രൈപ്പ് ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിഫ് നെറ്റ് ആഡ് ചെയ്യുന്നുണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഇതൊരു ഹെവി അംബ്രല കട്ടിൽ ആയതുകൊണ്ട് അത് നല്ലോണം പൊങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കസ്റ്റമർക്ക് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പ്ലെയിൻ നെറ്റും അതിൻ്റെ അടിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ലൈനിങ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കുക കേട്ടോ, 2 പീസായിട്ട്. അപ്പം നമ്മൾ നിൽക്കുന്ന രീതിയിലാണ് ഓപ്പൺ സൈഡ് വന്നിട്ടുണ്ടായത്. അതാണ് ബാക്ക് ഭാഗം. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ഫ്രണ്ട് ഭാഗം. അത് ബാക്ക് പീസിനെക്കാട്ടിയും 1/2 ഇഞ്ച് ബാക്കോട്ടേക്ക് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് ഒരു ലൈന് ഫസ്റ്റ് വരക്കുക. അത് നമ്മൾ എല്ലാ മെഷർമെന്റും കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിക്കണം കേട്ടോ. ക്ലോത്ത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണമെന്നില്ലല്ലോ ഫസ്റ്റ് തന്നെ. അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ നമ്മൾക്ക് അത്യാവശ്യമാണ്. നെക്സ്റ്റ് മെഷർമെന്റ് യോക്കിന്റെ ലെങ്ത് ആണ്. യോക്ക് ലെങ്ത് വന്നിട്ടുണ്ടായത് 12 ഇഞ്ചാണ് യോക്ക് ലെങ്ത് കൊടുത്തിട്ടുണ്ടായത്. അതായത് ഷോൾഡർ ടു വേസ്റ്റ് വരെയുള്ള ആ ഒരു ലെങ്ത് ആണ് 12 ഇഞ്ച്. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഷോൾഡർ 6 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായത്. നിങ്ങൾ ഷോൾഡർ എത്രയാണോ കിട്ടിയിട്ടുണ്ടായത് അതിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ ഷോൾഡർ മെഷർമെൻറ്റ് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത്ത് വന്നിട്ടുണ്ടായത് 1/2 ഇഞ്ച് ഷോൾഡറിനെക്കാട്ടും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ആം ഹോൾ ലെങ്ത്ത് ഇതുപോലെ മാർക്കിംഗ് ചെയ്യുക. എന്നിട്ടാകുമ്പം അവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് സ്ലോപ്പായിട്ട് മാർക്കിംഗ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുണ്ടായത് നമ്മൾ 4 ഫോൾഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് റൗണ്ട്. അതുപോലെ തന്നെയാണ് വേസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിട്ടുണ്ടത് അതിൽ നിന്ന് 1/4 ഭാഗം അതിൽ 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് വേസ്റ്റ് റൗണ്ട് മാർക്കിംഗ് ചെയ്യേണ്ടത്. അത് മാർക്കിംഗ് ചെയ്ത ശേഷം 2 പോയിന്റും നമ്മൾ ഒന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ടാകുമ്പം നമ്മൾ താഴെ ഭാഗത്ത് ഒരു കർവ് ഷേപ്പ് വരാൻ വേണ്ടിക്ക് ഒന്ന് തൂങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിക്ക് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്കിംഗ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇതുപോലെ തന്നെ ആം ഹോളും ഇതേപോലെ നമ്മൾ സെൻറ്റർ ഭാഗം എടുത്തതിന് ശേഷം അവിടുന്ന് ഒരു സെൻറ്റർ എടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് മാറ്റും കേട്ടോ. നമ്മൾ ആം ഹോളിനെ കുറിച്ചിട്ടും സ്ലീവ് കട്ടിങ്ങിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിന്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോ കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പം നെക്സ്റ്റ് നമ്മൾ നെക്ക് വിഡ്ത്ത് വന്നിട്ടുണ്ടായത് 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായത്. നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായത് 4 ഇഞ്ച്. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നെക്ക് എല്ലാം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ടാകുമ്പോൾ നമ്മൾ യു അല്ല വി അല്ല ആ ഒരു രീതിയിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായത്, മാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ. എന്നിട്ടാകുമ്പോൾ ഈ ഒരു മാർക്കിങ്ങിലേക്ക് കൂടി നമ്മൾ എല്ലാം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. പിന്നെ ഫ്രണ്ട് പോർഷനിൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും കുറച്ച് വ്യത്യാസമുണ്ട്. ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ടായത് 3 ഇഞ്ചാണ്, ഫ്രണ്ടിൽ 4 ഇഞ്ച്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലെ പീസ് മാറ്റിയ ശേഷം ആം ഹോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക കേട്ടോ. ബാക്ക് നെക്കിന്റെ വിടുത്ത് 2.5 ഇഞ്ചാണ്, സെയിം തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ലെങ്ത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 3 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്രൈപ്പ് ലൈനിങ്ങും ഓർഗൻസ മെറ്റീരിയൽ അതായത് മെയിൻ ക്ലോത്തും ഇത് ഈ ഒരു കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുന്നത്. പിന്നെ മെയിൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, ഈ ഒരു കട്ടിങ്ങിൽ തന്നെ ഞാൻ ചെയ്യാറില്ല, മുന്നിലും ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഇതുപോലെ നമ്മൾ എന്താ സ്ക്വയർ പീസിൽ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് മാറ്റലായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തത് മതി കേട്ടോ, നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. അപ്പോൾ നമ്മൾ വീതി എത്രയാണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫ്രണ്ട് ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾക്ക് എത്രത്തോളം ക്ലോത്ത് വേണോ അത് ആദ്യം കട്ട് ചെയ്തിട്ട് മാറ്റും. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. നെക്സ്റ്റ് നമ്മൾ സ്ലീവ് കട്ടിംഗ് ആണ് വന്നിട്ടുണ്ടായത്. അതിന് വേണ്ടിക്ക് നമ്മൾ ബലൂൺ സ്ലീവ് ആണല്ലോ കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ അതിന് പ്രത്യേകിച്ചിട്ട് വല്ല മെഷർമെന്റ് ഒന്നും ഇല്ല. നമ്മൾ ഷോൾഡർ ഭാഗത്ത് കുറച്ച് പ്ലീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡിൽ എലാസ്റ്റിക് ആണ് വെക്കുന്നുണ്ടായത്. അപ്പം നമ്മൾ ക്ലോത്തിന്റെ ലെങ്ത് എടുത്തിട്ടുണ്ടായത്, അതായത് വിഡ്ത്ത് എടുത്തിട്ടുണ്ടായത് 12 ഇഞ്ചാണ്. അത് മേൽഭാഗത്ത് നമ്മളൊരു 5 ഇഞ്ച്
മാർക്കിങ് മാറ്റിയതിന് ശേഷം നമ്മൾ ആം ഹോൾ എങ്ങനെയാണോ മാർക്കിങ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ആം ഹോൾ ഇതേപോലെ ഒന്ന് മാർക്കിങ് ചെയ്യുക. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായത്. അവിടെ നമ്മൾ ഓപ്പൺ ഭാഗം എടുത്തിട്ടുണ്ടായത് 8 ഇഞ്ച്. ഓക്കെ, ആ 8 ഇഞ്ചും ആം ഹോളും തമ്മിൽ ഒന്ന് ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റില്ല കേട്ടോ. സ്ലീവ് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. അത് എന്താ പറയുക, ഓരോരാളെ പഫ്നെസ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വീതി കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്നത് കേട്ടോ. ഇയാൾക്ക് അത്ര കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു നോർമൽ സൈസ്, അതുകൊണ്ടാണ് ഈ ഒരു മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്ത വിഡ്ത്ത് വന്നിട്ടുണ്ടായത് 12 ഇഞ്ച്, സ്ലീവിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ച്, ഓപ്പൺ സൈഡ് വന്നിട്ടുണ്ടായത് 8 ഇഞ്ച്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിട്ടാ. ഓക്കെ, സ്ലീവിൻ്റെ ലുക്ക് വരുന്നത് നമ്മൾ ഈ ഷോൾഡർ ഭാഗത്ത് ഇതുപോലെ പ്ലീറ്റ് ഫസ്റ്റ് ആഡ് ചെയ്യും, എന്നിട്ടാകുമ്പോൾ ആ എൻഡ് ഭാഗത്ത് എലാസ്റ്റിക് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു നെറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇതേപോലെ നമ്മൾ സ്കേർട്ട് പോർഷനിലെ ലെങ്ത് എത്രയാണോ അത് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നെറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റലാണ് കേട്ടോ. മെയിൻ ക്ലോത്ത് ആണ് ഇനി നമ്മൾക്ക് കട്ട് ചെയ്യാനുള്ളത്. അതിന് ഇതുപോലെ നമ്മൾ 2 ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ക്ലോത്ത് മാറ്റുക. എന്നിട്ടാകുമ്പം മറ്റേ ഭാഗത്ത് നിന്ന് കോർണറായിട്ട് ഇതേപോലെ ഒരു കോർണറിലേക്ക് നമ്മൾ അംബ്രല കട്ട് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മാറ്റുക കേട്ടോ. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു സൈഡിലേക്ക് കോർണറായിട്ട് ഇതേപോലെ മടക്കി വെക്കുക. ഓക്കെ, നമ്മൾ മടക്കി വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഉൾഭാഗത്ത് ചുളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഫോൾഡ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ അംബ്രല കട്ടിൻ്റെ വീഡിയോ ബ്ലാക്ക് ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതിലൊന്ന് കണ്ടോക്കട്ടോ. അതുപോലെ തന്നെ നമ്മൾ താഴ്ഭാഗത്ത് വരുന്ന ആ ഒരു ബാലൻസ് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ആദ്യത്തെ നമ്മൾ ലെയർ ഉണ്ടാവില്ലേ അതിൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലെങ്ത് എത്രയാണോ വന്നിട്ടുണ്ടത് അത് താഴ്ന്ന് ഇതേപോലെ ഒന്ന് മാർക്കിങ് ചെയ്യുക. എന്നിട്ടാകുമ്പം ആ ഒരു മാർക്കിങ്ങിൽ നമ്മൾ ആ എഡ്ജ് ഭാഗമില്ലേ കോർണർ ഭാഗം അവിടെ നിന്ന് ഈ ഒരു മാർക്കിങ്ങിൻ്റെ ലെങ്ത് എത്രയാണോ നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഓരോരു മാർക്കിട്ട് കൊടുക്കുക കേട്ടോ. അതാണ് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത്. അതിനാണ് ഷാർപ്പായിട്ടൊന്ന് മാർക്കിങ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റും കേട്ടോ. എന്നിട്ട് ആ കട്ട് ചെയ്ത ആ ഭാഗത്തു നിന്നാണ് നമ്മൾ എന്താ പറയുക ലെങ്ത്ത് ഇനി എടുക്കാനുള്ളത്. അത് ഇതേപോലെ ഓരോരോ മാർക്കിങ് ചെയ്തതിന് ശേഷം സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ലെങ്ത്ത് എത്താത്തത് കൊണ്ടാണ് താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, അത് ലെങ്ത്ത് എത്താത്തത് കൊണ്ടാണ് നമ്മൾ താഴ്ഭാഗം ഫോൾഡ് ചെയ്തത്. അത് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഫോൾഡ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായത്. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പീസ് എക്സ്ട്രാ അവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മതി കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ക്രൈപ്പ് ലൈനിങ്ങും നമ്മൾ മാർക്കിങ് ചെയ്യും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിങ് ആണ്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതിനു മുന്നേ നമ്മൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അജിയോന്നൊരു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡ്രസ്സിന് വേണ്ടിക്ക് അജിയോ ആപ്പിൽ കയറിയപ്പോൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും കണ്ടപ്പോഴാണ് ഈ ഒരു ലെഗിൻസും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിയുന്നുണ്ടെങ്കിലും എന്താ പറയുക, നമുക്ക് വേണ്ടിക്ക് നമ്മളൊരു ഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആണ്ടിലൊരിക്കറ്റേ നമ്മളത് ചെയ്യും കേട്ടോ. അതൊരു കോമഡിയാണ്. അത് എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം